ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. ക്രാഷ് കോഴ്സ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ CSCB ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി തുടങ്ങിയ എക്സാംസിന് വേണ്ടിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ റോബർട്ട് ഓവൻ അതുപോലെ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രധാന പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറിൻ കോപ്പറേറ്റീവ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായ വില്യം കിങ്ങിനെ കുറിച്ചും അതുപോലെ റോക്ക്ഡെയിൽ പൈനേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണുന്നത് വില്യം കിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വില്യം കിങ് ജനിച്ച വർഷവും അതുപോലെ മരണമടഞ്ഞ വർഷവും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. 1786 വില്യം കിങ് ജനിച്ചു. 1786 വില്യം കിങ് ജനിച്ചു. 1865 വില്യം കിങ് അന്തരിച്ചു. ഓക്കെ, അപ്പോൾ 1786 1865 ഈ 2 വർഷങ്ങൾ വില്യം കിങ്ങിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. അപ്പോൾ ഇത് ഒന്ന് നോക്കി വയ്ക്കുക. റോബർട്ട് ഓവൻ്റെ ജനനവർഷവും മരണവർഷം പോലെ പ്രധാനപ്പെട്ടതല്ല എങ്കിലും എപ്പം വേണേലും മാറി ചോദിക്കാവുന്നത് കൊണ്ട് ഈ 2 വർഷങ്ങളും ഒന്ന് പഠിച്ചിരിക്കുക. 1786 ജനിച്ചു, 1865 അന്തരിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വില്യം കിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോഴേ നമുക്ക് മനസ്സിൽ വരേണ്ട കാര്യം ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതയാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് വില്യം കിങ് ആണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? വില്യം കിങ്. അപ്പോൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതുപോലെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി വില്യം കിങ് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടനിൽ കോപ്പറേറ്റീവ് ബെനവലൻ്റ് ഫണ്ട് അസോസിയേഷൻ, കോപ്പറേറ്റീവ് ബെനവലൻ്റ് അസോസിയേഷൻ, കോപ്പറേറ്റീവ് ബെനവലൻ്റ് അസോസിയേഷൻ അറ്റ് ബ്രിട്ടനിൽ കോപ്പറേറ്റീവ് ബെനവലൻ്റ് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? വില്യം കിങ് ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബെനവലൻ്റ് അസോസിയേഷൻ ബ്രിട്ടനിൽ സ്ഥാപിച്ചത് വില്യം കിങ് ആണ്. അതും നിർബന്ധമായും ഓർത്തിരിക്കുക. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണൽ കോപ്പറേറ്റർ ആണ്. അത് പബ്ലിഷ് ചെയ്തത് വില്യം കിങ് ആണ് 1830. ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ പബ്ലിഷ് ചെയ്തത് വില്യം കിങ് ആണ്. അത് ആ കോപ്പറേറ്റീവ് ജേണലിൻ്റെ പേരാണ് കോഓപ്പറേറ്റർ. ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണലായ കോഓപ്പറേറ്റർ പബ്ലിഷ് ചെയ്തത് വില്യം കിങ് ആണ്. ഇത് പബ്ലിഷ് ചെയ്ത വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, 1830. ഓക്കെ, 1830 ഈ കോപ്പറേറ്റർ എന്നുള്ള ആ മാഗസിൻ പബ്ലിഷ് ചെയ്തത് വില്യം കിങ് ആണ്. ഒരു കോപ്പറേറ്റീവ് ജേണലായിരുന്നു, അത് പബ്ലിഷ് ചെയ്തത് വില്യം കിങ് ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ 3 പോയിന്റ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ കോപ്പറേറ്റർ ആണ്, 1830 പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്തത് വില്യം കിങ് ആണ്. ഓക്കെ, അത് നിർബന്ധമായി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വില്യം കിങ്ങിൻ്റെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓൺലി മാൻ ഓഫ് നോളജ് could become man of business. ഇത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൺലി മാൻ ഓഫ് നോളജ് കുഡ് ബിക്കം
മാൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആര് എന്നുള്ളത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് പറഞ്ഞത് വില്യം കിങ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വില്യം കിങ്ങിനെ കുറിച്ച് എന്തൊക്കെ കാര്യം പഠിച്ചു എന്ന് നോക്കാം. വില്യം കിങ് 1786 ജനിച്ചു, 1865 അന്തരിച്ചു. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് വില്യം കിങ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് വില്യം കിങ്. അതുപോലെ ബ്രിട്ടനിൽ കോപ്പറേറ്റീവ് ബെനവലൻ്റ് അസോസിയേഷൻ അത് ബ്രിട്ടനിൽ സ്ഥാപിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ, ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണലിൻ്റെ പേരാണ് കോ ഓപ്പറേറ്റർ. അത് സ്ഥാപിച്ചത് 1830 അതിൻ്റെ സ്ഥാപകനും വില്യം കിങ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓൺലി മാൻ ഓഫ് നോളജ് കുഡ് ബിക്കം മാൻ ഓഫ് ബിസിനസ്. അപ്പോൾ വില്യം കിങ്ങിനെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ വില്യം കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവുകയില്ല. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി CSCB ആൻഡ് PSC മാത്സ് യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.